ലെക്ചർ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മൾ റീഡ് അലോഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീഡ് അലോഡ് എന്ന് പറയുമ്പം ഇതുപോലൊരു ടെക്സ്റ്റ് വരും. ഈ ടെക്സ്റ്റ് വരുമ്പം തന്നെ ഒരു ടൈമർ വരും. അവിടെ 40 സെക്കൻഡ് 35 to 40 സെക്കൻഡിൻ്റെ ഒരു ടൈമർ വരും. ഈ 40 സെക്കൻഡ്സിനുള്ളിൽ നമ്മളിത് പെട്ടെന്ന് റീഡ് ചെയ്യുക, മനസ്സിലാക്കുക. 40 സെക്കൻഡ്സ് കഴിയുന്ന ഉടനെ തന്നെ മൈക്ക് ഓപ്പൺ ആവും. മൈക്ക് ഓപ്പൺ ആവുമ്പം നമ്മൾ ഈ കണ്ട ടെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ 3 സെക്കൻഡിൽ നമ്മൾ പറയാൻ സ്റ്റാർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടാവും. ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് മാർക്ക് കിട്ടാണ്ടാവും. ഓക്കെ, ഇനി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള റീഡ് അലൗഡിൽ 6 to 7 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി മാർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡ് അലൗഡിൽ 30 to 35% സ്പീക്കിങ്ങിനായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നത്. 20 to 25% റീഡിങ്ങിന് മാർക്ക് കിട്ടും. അന്നേരം 30 to 35% സ്പീക്കിങ്ങിന് റീഡ് അലൗഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം, ഇത് വളരെ എളുപ്പവുമാണ്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സ്കോറും കിട്ടും. ഞാൻ ഇംഗ്ലീഷ് ഒരു 10 പേര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും താഴെയുള്ള ആളാണ്. കാരണം എൻ്റെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല, ബബ്ബ ഇംഗ്ലീഷാണ് എൻ്റെ. എന്നിട്ടും എനിക്ക് 90ൽ 90 കിട്ടി. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ലപോലെയല്ല, എന്നാലും നല്ലതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ദൈവം സഹായിച്ച് അങ്ങനെ മാർക്ക് കിട്ടി. അങ്ങനെ നമ്മൾ നല്ലൊരു പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ PTക്ക് നല്ലൊരു സ്കോർ കിട്ടും. റീഡ് അലൗഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 30 to 35% മാർക്കാണ് നമുക്ക് സ്പീക്കിങ്ങിന് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 6 to 7 ക്വസ്റ്റ്യൻസ് ആണ് റീഡ് അലൗഡിൽ നിന്ന് വരുന്നത്. 40 സെക്കൻഡ് നമുക്ക് കിട്ടും. 40 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാം. 40 സെക്കൻഡ് കഴിയുന്ന ഉടനെ മൈക്ക് ഓൺ ആവും. മൈക്ക് ഓൺ ആവുമ്പം നമ്മൾ 3 സെക്കൻഡിന് മുമ്പ് തന്നെ ആൻസർ ഈ ടെക്സ്റ്റ് വായിച്ചു തുടങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, APUNI എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതാണ്. കാരണം ഞാൻ അത് മാത്രമേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ലാംഗ്വേജ് അക്കാഡമി ഒക്കെ ഉണ്ട്, അതുമെല്ലാം നല്ല സൈറ്റാണ്. ഏത് സൈറ്റിൽ നിന്ന് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പഠിച്ചത് APUNI നിന്നാണ്. ഓക്കെ, $19 ഞാൻ പേ ചെയ്തത്. ഇതിൽ വരിക, രജിസ്റ്റർ ചെയ്യുക, $19 പേ ചെയ്താൽ 30 ഡേയ്സിലേക്ക് നമുക്ക് കിട്ടും. ഇത് പ്രൊമോഷനൊന്നുമല്ല, ഇത് നല്ലൊരു സൈറ്റ് ആയതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ ടീച്ചറോ അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് ഇതാണ് ഞാൻ പഠിച്ചത്. ഇതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. ഓക്കെ, എനിവേയ്സ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതുപോലൊരു ടെക്സ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. റീഡു. ഓക്കെ, കണ്ടോ, ഇത് കണക്ക് ടൈമർ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ ഈ കിട്ടിയ ടൈം കൊണ്ട് നമ്മൾ പറയണം. A team of international researchers has uncovered a fascinating phenomenon in response to rising global temperatures. Himalayan glaciers are actively working to preserve themselves by cooling the air in contact with their icy surface. However, it remains unclear how long these glaciers can continue to fight back against the effects of climate change. അന്നേരം ഞാനിത് പെട്ടെന്ന് വായിച്ചു തീർത്തു. ഇനി എനിക്ക് വീണ്ടും 9 സെക്കൻഡ് ഉണ്ട്. ഓക്കെ, അന്നേരം ഇത് കഴിയുന്ന ഉടനെയാണ് മൈക്ക് ഓപ്പൺ ആവുന്നത്. A team of international researchers has uncovered a fascinating phenomenon in response to rising global temperatures. Himalayan glaciers are actively working to preserve themselves by cooling the air in contact with their icy surface. However, it remains unclear how long these glaciers can continue to fight back against the effects of climate change. Okay, ഞാൻ പറഞ്ഞു തീർത്തു. അന്നേരം തന്നെ ഞാൻ മൈക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്തു. എക്സാമിന് നെക്സ്റ്റ് ആയിരിക്കും വരുന്നത്. അന്നേരം നമ്മൾ പറഞ്ഞു തീർന്ന അന്നേരം തന്നെ മൈക്ക് ഓഫ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മുടെ മാർക്ക് നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്തതെന്ന് അറിയണ്ടേ? സബ്മിറ്റ് ചെയ്യുക. ക്ലിക്ക് ടു സ്കോറിൽ അടിക്കുക. എ ടീം ഓഫ് ഇന്റർനാഷണൽ. ഓക്കെ, ഇത് വരുന്നുണ്ട്. ഓക്കെ, അതാ കണ്ടന്റ് എനിക്ക് 80 കിട്ടി. എ ടീം ഓഫ് ഇന്റർനാഷണൽ റിസർച്ചേഴ്സ് ഹാസ് അൺകവേർഡ് എ ഓക്കെ, കണ്ടന്റ് 80 കിട്ടി, പ്രൊനൗൺസിയേഷൻ 64 കിട്ടി, ഫ്ലുവൻസി 76. അന്നേരം 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നത്. ഒന്ന് കണ്ടന്റ്, പ്രൊനൗൺസിയേഷൻ, ഫ്ലുവൻസി. ഫ്ലുവൻസിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫ്ലുവൻസി കുറഞ്ഞു കഴിഞ്ഞാൽ
മാർക്ക് കുറയും കേട്ടോ. അന്നേരം ഫ്ലുവൻസി നോക്കുക. കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വായിച്ചിരിക്കുന്ന ഈ തന്ന ടെക്സ്റ്റിനകത്ത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടന്റ് 90 കിട്ടും. പ്രൊണൗൺസിയേഷനും ഫ്ലുവൻസി എന്ന് പറയുന്നത് നല്ലപോലെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് വായിക്കുക, ഇടയ്ക്ക് വന്നിട്ട് ഒരു ബ്രേക്ക് പിടിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിത് ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഇവിടെ ഒരു റെഡ് വന്നേക്കുന്നുണ്ടോ, ഇതിൽ എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ല. ഓക്കെ, അന്നേരം ഇത് ഓപ്പൺ ചെയ്യുക. themselves, 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 themselves. themselves, ഇത് ഞാൻ പറഞ്ഞത് ഇപ്പം കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല, പക്ഷേ നമ്മളൊന്ന് പറയാൻ ട്രൈ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ പറയുന്ന ടെക്സ്റ്റ് പലതും കറക്റ്റ് ആവണമെന്നില്ല. അന്നേരം ഒരു 100 എണ്ണം ചെയ്യുന്നതിനകത്തല്ല, നമ്മൾ ഓരോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പം ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും ദംസെൽഫിനകത്ത് പോയി കറക്റ്റ് ചെയ്യുക. അങ്ങനെ കുറേ വാക്കുകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഹിമാലയൻ ഗ്രീൻ ആയിട്ടുള്ളത് മാത്രമാണ് കറക്റ്റായിട്ട് വന്നേക്കുന്നത്. Himalayan, Himalayan, കണ്ടോ, ഞാൻ ഇപ്പം ഹിമാലയൻ എന്നാ പറയുന്നത്, ഇതിനകത്ത് കേട്ടോ Himalayan, ഹിമലയൻ. ഓക്കെ, ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരു 20-30 എണ്ണം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും കുറേ വാക്കുകൾ ഉള്ള തെറ്റെല്ലാം ക്ലിയർ ആവും. 100% ക്ലിയർ ആവണമെന്നില്ല, പക്ഷേ എങ്കിലും കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആവും. ഓരോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അന്നേരം ഇതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഈവൻ നമ്മുടെ സ്കോർ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 20 അതിൽ കുറവൊക്കെ ആണെങ്കിലും അതൊന്നും നോക്കണ്ട. ഓരോ പ്രാവശ്യവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ആവും. ഒരു 10 ദിവസത്തിനുള്ളിൽ എല്ലാ ദിവസവും ഒരു 10 എണ്ണം വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്കോർ നല്ലതുപോലെ ആവും, ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം കൂടി ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ടൈമിംഗ് എടുത്ത് നോക്കൂ. A team of international researchers has uncovered a fascinating phenomenon in response to rising global temperatures. Himalayan glaciers are actively working to preserve themselves by cooling the air in contact with their icy surface. However, it remains unclear how long these glaciers can continue to fight back against the effects of climate change. Temperatures, fascinating. Himalayan glaciers, response, researchers, international, a team working themselves. A team of international researchers has uncovered a fascinating phenomenon in response to rising global temperatures. Himalayan glaciers are actively working to preserve themselves by cooling the air in contact with their icy surface. However, it remains unclear how long these glaciers can continue to fight back against the effects of climate change. ഓക്കെ, ഇവിടെ എന്താ ഇപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 സെക്കൻഡ് തുടങ്ങിയപ്പം തന്നെ ഞാനിത് പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ ചില വേർഡുകളൊക്കെ റിപ്പീറ്റ് ചെയ്തു. ഒന്നും കൂടി വായിക്കുകയല്ല ചെയ്ത്, പകരം വാക്കുകൾ നോക്കിയിട്ട് ഫിനോമിനൻ, ഫാസിനേറ്റിംഗ്, റിസർച്ചേഴ്സ്, വർക്കിംഗ്, ദംസെൽഫ്. അന്നേരം ഈ വാക്ക് ഹോൾ സെൻറ്റൻസ് ഒരു പ്രാവശ്യം വായിച്ചിട്ട് വാക്കുകളാണ് ഞാൻ പറയുന്നത്, ഇച്ചിരി പാടായിട്ട് തോന്നിയ വാക്കുകളെല്ലാം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത്, അന്നേരം നമ്മൾ മൈക്ക് ഓണായി വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞു, ഞാനൊരു ടീച്ചറല്ല, ഞാനൊരു പഠിപ്പിക്കുന്ന ആളൊന്നുമല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെയാണ്, എനിക്കിത് എളുപ്പമായിട്ട് തോന്നി. മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ മാർക്കിനകത്ത് ഞാൻ കണ്ടു. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ടെമ്പറേച്ചേഴ്സ്, അന്നേരം ഓരോന്നും ഇങ്ങനെ പറയുക. അന്നേരം ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടൈമറിൽ നോക്കിക്കോണം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കും, മൈക്ക് സ്റ്റാർട്ട് ആയതിനു ശേഷം പിന്നെ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഒരു 4 സെക്കൻഡ് തീരുന്നതിന് മുമ്പുള്ള 4 സെക്കൻഡ് മിണ്ടാതിരിക്കുക, ഒരു ബ്രീത്തൊക്കെ എടുത്ത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. 4 സെക്കൻഡ് അടുപ്പിച്ച് വരുമ്പോഴേക്കും പിന്നെ ഒന്നും മിണ്ടണ്ട, ജസ്റ്റ് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ ടീം ഓഫ് ഇൻ്റർനാഷണൽ റിസർച്ചേഴ്സ് അടുത്ത് എന്തോന്നും അങ്ങനെ നോക്കണ്ട, ജസ്റ്റ് ഈ ടീം ഓഫ് ഇൻ്റർനാഷണൽ ഫസ്റ്റ് വരുന്ന വാക്കുകൾ അങ്ങ് വായിച്ച് നോർമൽ പേസിൽ അങ്ങ് പോവുക. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ടീം ഓഫ് ഇൻ്റർനാഷണൽ റിസർച്ചേഴ്സ് ഹസ് അൺകവേർഡ് എ ഫാസിനേറ്റിംഗ് ഫിനോമിനൻ, അത് കഴിഞ്ഞിട്ട് ഇൻ റെസ്പോൺസ് ടു റൈസിംഗ് ഗ്ലോബൽ ടെമ്പറേച്ചർ ഹിമാലയൻ ഗ്ലേഷ്യർ, അങ്ങനെ ഒരു പേസിൽ പോരുത്. ഇപ്പം ഇത്രയും ഭാഗം ഏത് പേസിലാണോ നമ്മൾ പറഞ്ഞത്, ഏത് സ്പീഡിലാണോ പറയുന്നത്, ആ സ്പീഡിൽ തന്നെ അടുത്ത അതിലും പോയാൽ മതി. ഒത്തിരി സ്പീഡിൽ പോകണമെന്നില്ല, പക്ഷേ കുറച്ച് നോർമൽ ഒരു സ്പീഡിൽ പോകണം കേട്ടോ, എന്നാലേ നമുക്ക് ഫ്ലുവൻസിയിൽ മാർക്ക് കിട്ടത്തുള്ളൂ. നിർത്തേണ്ട സ്ഥലത്ത് ഇവിടെ ഹിമാലയൻ ഗ്ലേഷ്യർസ് ആർ ആക്റ്റീവ്ലി വർക്കിംഗ് ടു പ്രിസർവ് ദംസെൽഫ് ബൈ കൂളിംഗ് ദെയർ ഇൻ കോൺടാക്ട് വിത്ത് ദെയർ ഐസി സർഫസ് ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്യുക. ഹൗവർ ഇറ്റ് റിമെയിൻസ് അൺക്ലിയർ. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അന്നേരം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് വായിച്ച് നോക്കുക, വായിച്ച് നോക്കിയിട്ട് പാടുള്ളതൊക്കെ ഒന്ന് പറയുക.
പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പേസിൽ പറയാൻ ശ്രമിക്കുക. ഇടയ്ക്കൊന്നും ബ്രേക്ക് ഇടരുത്. ഇപ്പം ഫിനോമിനൻ എന്ന് പറയുന്ന ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫിനോമിനൻ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആ വാക്ക് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള പറയാം. അന്നേരം നമ്മുടെ ഫ്ലുവൻസി ഒന്നും പ്രശ്നം വരില്ല. ഓക്കെ, ഇതൊരു കാര്യം. ഓക്കെ, നമുക്ക് വേറെ ഒരു കാര്യം ചോദിച്ചാൽ ഓക്കെ, ഈ സ്കോർ ഒന്ന് നോക്കാം. കണ്ടോ, ഇതിനകത്ത് കണ്ടന്റ് എനിക്ക് 90ൽ 90 കണ്ടന്റ് കിട്ടി, പ്രൊണൗൺസിയേഷൻ 82 കിട്ടി, ഫ്ലുവൻസി 87 കിട്ടി. ഓക്കെ, അന്നേരം ഇത് കണ്ടോ, എല്ലാം ഗ്രീനായി. ചിലത് മാത്രം, ഇതൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. മാർക്ക് കുറവാണെന്ന് നോക്കേണ്ടത് ഞാൻ പറഞ്ഞു. അത് പതിയെ പതിയെ ഇമ്പ്രൂവ് ആയിക്കോളും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ തെറ്റ് ഇപ്പം റീസേർച്ചേഴ്സിനകത്ത് റീസേർച്ചേഴ്സ് പറയണം, 1-2 പ്രാവശ്യം പറഞ്ഞു നോക്കണം. ഇപ്പം നല്ലൊരു സ്കോർ കിട്ടിയെന്ന് വെച്ചു, ഇപ്പം 85 ഒരു മോശമില്ലാത്ത സ്കോർ, അന്നേരം അതൊന്ന് A കേട്ട് team of international researchers has uncovered a fascinating phenomenon. In response to rising global temperatures, Himalayan glaciers are actively working to preserve themselves by cooling the air in contact with their icy surface. However, it remains unclear how long these glaciers can continue to fight back against the effects of climate change. ഓക്കെ, കേട്ടില്ലേ? അന്നേരം നമുക്കൊരു നല്ല സ്കോർ കിട്ടിക്കഴിയുമ്പോൾ ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കുക, നമ്മൾ എങ്ങനെ അത് പറഞ്ഞത്. ആ ഒരു സ്റ്റൈലിൽ തന്നെ അടുത്തത് പ്രാക്ടീസ് ചെയ്യുക. ഓരോ പ്രാവശ്യവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു സ്പീഡിൽ പോവുക, പിന്നെ പതുക്കെ പോവുക, അങ്ങനെ വേണ്ട. നല്ല സ്കോർ എവിടെയാണോ കിട്ടുന്നത് ആ ഒരു പേസിൽ പോകാൻ ശ്രമിക്കുക. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ട്രാറ്റജി ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല സ്കോർ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഈസി ആയിട്ട് 35% മാർക്കും സ്പീക്കിങ്ങിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു സാധനമാണ് റീഡ് അലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവരെ ഒന്നും നോക്കണ്ട. ഒത്തിരി ലൗഡല്ല, ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിക്കുക. 3 കാര്യങ്ങളെ ബേസ് ചെയ്താണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. കണ്ടന്റ്, A team of international കണ്ടന്റ്, പ്രൊനൗൺസിയേഷൻ, ഫ്ലുവൻസി. ഓരോ പ്രാവശ്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഈ സ്കോർ നോക്കുമ്പം നമ്മുടെ ഇത് എങ്ങനെ ഇമ്പ്രൂവ് ആവുന്നു നോക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. എന്തായിരുന്നാലും നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് റീഡ് അലോഡിനകത്ത്. റീഡ് അലോഡിൽ 6 to 7 ക്വസ്റ്റ്യൻസ് വരും. അന്നേരം അത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നമ്മുടെ എക്സാമിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് റീഡ് അലോഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.